നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആൻഡ് അതിന് ഗൈഡൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടച്ച്. ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് ജർമ്മനിക്ക് അഡ്മിഷൻ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വെറുതെ നിങ്ങൾ 1-2 വർഷം കളയണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവർ ഈ പറയുന്ന ഏജൻസി വഴി വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടില്ല, അവർക്ക് കോഴ്സിനെ കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കോഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ജിബിന് സെലക്ട് ചെയ്തതും? കോഴ്സ് കുറച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ അതിനനുസരിച്ച് മെൽവിൻ എനിക്ക് ലിസ്റ്റ് അയച്ചു തന്നു, എക്സൽ ലിസ്റ്റ് അയച്ചു തന്നു. നേരത്തെ പഠിച്ച കോഴ്സിന്റെ ടൈലർഡ് ആയിട്ട് മുമ്പിലേക്ക് ചെയ്തപ്പോ എനിക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അതെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും കുറെ കോഴ്സുകൾ അയച്ചെന്നതിൽ നമ്മൾ നോക്കി കോഴ്സ് ജിനോമിക്സ് പിന്നെ റൈറ്റിംഗും എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഫുൾ ലാബ് ബേസ്ഡ് ആയതുകൊണ്ട് എനിക്ക് താല്പര്യമുണ്ട്. നേരത്തെ ഞാൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഒക്കെ ഞാൻ ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ ബേസ്ഡ് നോളജ് ആണ് എനിക്ക് കൂടുതൽ അക്വയർ ചെയ്യാൻ താല്പര്യം. മുമ്പത്തെ വർക്ക് എക്സ്പീരിയൻസും മുമ്പ് പഠിച്ചിട്ടുള്ള ഡിഗ്രിയും ഇവിടെ പഠിക്കാൻ പോണതും എല്ലാം കൂടെ റിലേഷൻ ആവും. പിന്നെ ഫ്യൂച്ചർ കരിയർ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പക്ക ഒരു അലൈൻഡ് ആയിട്ട് പൊക്കോളും.